Good morning. Good Good morning, Good morning, ma'am. ma'am. morning. Good morning. Good morning, ma'am. Good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. Yes, Okay, ma'am. ma'am. Good morning, all of you. Prayer. We praise you, Lord, and we thank you for the opportunity to learn and grow through this online class. Bless our teachers who inspired and guide us. Bless our classmates and all the people who care for us. Come to our hearts and make us attentive, patient, and diligent to understand the lessons that our teachers teach us. Dear Lord, bless our beloved country that we may have unity, peace, and prosperity. Thank you. ഓക്കെ, സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? Good morning, ma'am. Good morning, everyone. I am Cincy. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will be enjoy the class. I would like to invite Ashwati ma'am to conduct the class. Thank you. Have a nice day. Good morning, ma'am, and good morning, everyone. I'm Shruti Suresh, and today's thought: a good education can change anyone. A good teacher can change everything. Thank you. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ടൈം ടേബിളിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്താണെന്ന് അല്ലെ, ടൈം ടേബിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ. റീഡ് ചെയ്തോ? ഓക്കെ, ഒരാളൊന്ന് വായിക്കാമോ? ഈസി ആണല്ലേ? ഹസീന വായിക്കാമോ? വായിക്കാമോ? കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ. ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ ഡേ. ടൈം ഓഫ് ഇൻസെപ്ഷൻ
and ending of each period, subject and activities offered during a specified period, days on which each subject and each activity is to be handled, names of the teachers in charge of each division of each standard, room in which each class meets, details respecting the recess periods. Okay. എക്സ്പ്ലെയിൻ ചെയ്യാമോ അറിയാവുന്നത്? ഫസ്റ്റ് വണ് സ്കൂൾ ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സമയമാണ്. നെക്സ്റ്റ് ഓരോ പീരീഡും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സമയം. തേർഡ് വൺ നിശ്ചിത സമയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും പ്രവർത്തനങ്ങളും. ഫോർത്ത് വൺ ഓരോ വിഷയം അല്ലെങ്കിൽ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങള്. ഫിഫ്ത്ത് വൺ ഓരോ ക്ലാസ് വിഭാഗത്തിന്റെയും ചുമതലയുള്ള അധ്യാപകരുടെ പേരുകൾ സൂചിപ്പിക്കുന്നത്. സിക്സ്ത് വൺ ഓരോ ക്ലാസ് മുറികളെ കുറിച്ച്, കൂടുന്ന മുറികള്. സെവന്ത് വൺ ഇടവേള സംബന്ധിച്ച വിശദാംശങ്ങൾ. ഓക്കെ. ടൈം ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുമെന്നാണ് താഴെ പറയുന്ന ഒരു 7 പോയിന്റ്സിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈം ടേബിൾ ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. അതായത് ഒരു സ്കൂളിന്റെ പ്രവർത്തനം, അതായത് സ്കൂൾ സമയം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായിട്ടുള്ള ഒരു സമയം, അതായത് സ്കൂൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, ആ ഒരു സമയം ടൈം ടേബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ. ഒരു സ്കൂളിന്റെ പ്രവർത്തനം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് എപ്പോഴാണ് അവസാനിക്കുന്നത്, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. സാധാരണ നമുക്കറിയാം ചില സ്കൂളുകൾ 9:30 കൂടി സ്റ്റാർട്ട് ചെയ്യും, ചില സ്കൂളുകളാണെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഇനി ചില സ്കൂളുകളാണെങ്കിൽ 10 മണിക്കായിരിക്കും അല്ലെങ്കിൽ 9:45 ആയിരിക്കും ലോങ് ബെൽ അടിക്കുന്നത്. അപ്പൊ സ്കൂളിന്റെ പ്രവർത്തന രീതി അനുസരിച്ച് എപ്പോഴാണ് സ്കൂളിന്റെ ടൈം എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും. ഇനി അവസാനിക്കുന്നത് ചില സ്കൂളുകൾ 4 മണിക്കായിരിക്കാം, ഇനി ചില സ്കൂളുകൾ 3:30 ഓക്കെ. ഇനി ചില സ്കൂളുകൾ 3 മണിക്ക് വിടുന്ന സ്കൂളുകൾ ഉണ്ടാകാം, അല്ലെ? അപ്പൊ അത്തരത്തില് അവസാനിക്കുന്ന സമയം എപ്പോഴാണോ അതും ടൈം ടേബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ സ്കൂള് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തുടങ്ങി അവസാനിക്കുന്ന ടൈം വരെ ടൈം ടേബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ടൈം ഓഫ് ഇൻസെപ്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. അതായത് ഓരോ പീരീഡ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എപ്പോഴാണെന്നാണ്. ഓക്കെ. ഓരോ ക്ലാസ്സും എത്ര സമയത്താണ് തുടങ്ങുന്നത് തീരുന്നത്. ഇപ്പൊ നമുക്കറിയാം 10 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പീരീഡ് ചിലപ്പോ 10 മണി തുടങ്ങി 10:45 വരെ ആയിരിക്കും, അല്ലെ? 3/4 മണിക്കൂറൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ആ 45 മിനിറ്റ്സ് ആയിരിക്കും ഒരു പീരീഡിന് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് വേറൊരു പീരീഡ് ആയിരിക്കും, അല്ലെ? അപ്പൊ ഓരോ പീരീഡും, അതായത് ഒരു ടൈം ടേബിളിൽ നമുക്കറിയാം ഒരു ക്ലാസ് സമയത്ത് ഇപ്പൊ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 10 മണി തുടങ്ങി 4 മണി വരെ ആണെങ്കിൽ ആ 10 മണി തുടങ്ങി 4 മണി വരെ ഇത്ര പീരീഡുകൾ ഉണ്ടാവും. അതിനകത്ത് ഓരോ പീരീഡ്സ് ഉണ്ടാവും. ആ പീരീഡില് ഇത്ര സമയം അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഒരു പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 തുടങ്ങി 10:45 വരെ മാത്സ് ആയിരിക്കാം. 10:45 തുടങ്ങി 10:30 വരെ 11 വരെ ചിലപ്പോ ഇംഗ്ലീഷ് സബ്ജക്ട് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ഇന്റർവെൽ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും പീരീഡിലേക്ക് കിടക്കും, അല്ലെ? അപ്പൊ ഓരോ പീരീഡും എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത്, ആ ഒരു കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇനി മൂന്നാമത്തെ പോയിന്റ് സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അതായത് ഓരോ പീരീഡിലും പഠിപ്പിക്കുന്ന വിഷയങ്ങളും പ്രവർത്തനങ്ങളും. ഏതൊക്കെ വിഷയങ്ങളാണ്, അല്ലെ? ആദ്യത്തെ പീരീഡ് ചിലപ്പോൾ മാത്സ് ആയിരിക്കാം, രണ്ടാമത്തെ പീരീഡ് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം,
മൂന്നാമത്തെ പീരീഡ് സോഷ്യൽ സയൻസ് ആയിരിക്കാം, നാലാമത്തെ പീരീഡ് ബേസിക് സയൻസ് ആയിരിക്കാം, അല്ലെ? അപ്പൊ അത്തരത്തില് ഓരോ പീരീഡിലും ഉള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെ? ചിലപ്പോ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് പീരീഡ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ PT പീരീഡ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? അപ്പോ എന്തൊക്കെയാണ് ടോപ്പിക് എങ്കിൽ ടോപ്പിക്കിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ എന്ത് ആക്ടിവിറ്റീസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഓരോ പീരീഡിലും എന്തൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, അതുപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യിപ്പിക്കുന്നത്, അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് days on which each subject and each activity is to be handled. അതായത് ഓരോ വിഷയവും ഏത് ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഇപ്പൊ ചില സബ്ജക്റ്റുകൾ ആഴ്ചയിൽ ഇത്ര ദിവസം വീതം ഉണ്ടാവുള്ളൂ, അല്ലെ? ഇപ്പൊ വർക്ക് പീരീഡ് ഒക്കെ, അല്ലെ? ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യിപ്പിക്കില്ലേ കുട്ടികളെ? വർക്ക് പീരീഡ് ഉണ്ടാവില്ലേ? അത് എല്ലാ ദിവസവും ഉണ്ടാവോ ആഴ്ചയില്? എല്ലാ ദിവസവും ഉണ്ടാവോ? ഒരു ഇല്ല, അല്ലേ? ദിവസം. ഒരു ദിവസം. ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുള്ളൂ. PT പീരീഡ് ആണെങ്കിലോ എല്ലാ ദിവസവും ഉണ്ടാവോ? ആഴ്ചയിലെ 2-3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. 2 ദിവസമാണ് ഉണ്ടാവുള്ളൂ, അല്ലെ? ഓക്കെ, അപ്പോ അത്തരത്തില് ഏതൊക്കെ വിഷയങ്ങള് ഏതൊക്കെ ആഴ്ചകളിലാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് കൊടുക്കുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ദാറ്റ് ഈസ് 4th പോയിന്റ്. Then 5th point, names of the teachers in charge of each division of each standard. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും ചുമതലയുള്ള അധ്യാപകരുടെ പേര്. ഓക്കെ, അതായത് ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും, ആ ടീച്ചേഴ്സിന് ഓരോ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഏത് ക്ലാസ് ആണ് ആ ടീച്ചർ കൈകാര്യം ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ചില ടീച്ചേഴ്സിന് LP വിഭാഗമായിരിക്കാം കൊടുത്തിരിക്കുന്നത്. LP വിഭാഗത്തിൽ തന്നെ പല ക്ലാസ്സുകൾ ഉണ്ട്, അല്ലെ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി 4th സ്റ്റാൻഡേർഡ് വരെയുണ്ട്. അതിനകത്ത് തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ ചിലപ്പോ ഫസ്റ്റ് A, ഫസ്റ്റ് B, ഫസ്റ്റ് C അങ്ങനെ ഡിവിഷൻസ് ഉണ്ടാവും. അപ്പൊ ഓരോ ക്ലാസ്സിലും ഓരോരോ ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ഏതൊക്കെ ക്ലാസ്സുകളിലേക്കാണ് ഏതൊക്കെ ടീച്ചർമാരാണ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ആറാമത്തെ പോയിന്റ് റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്സ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ് നടക്കുന്ന മുറി ഏതാണെന്ന്. ഇപ്പൊ ചില ക്ലാസ്സുകളൊക്കെ ഗ്രൗണ്ട്, അതായത് താഴത്തെ നിലയിലായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, ചിലത് ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും. ഇനി ഓരോന്നിനും ഓരോ ബ്ലോക്കുകൾ ഉണ്ട്, അല്ലെ? B ബ്ലോക്ക്, A ബ്ലോക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെ? പല ബ്ലോക്കുകളിലും മുറികളുണ്ട്. അപ്പൊ ഏതാണ് റൂം നമ്പർ? ചിലപ്പോ റൂമിന്റെ നമ്പർ ഉണ്ടാകാം. അപ്പൊ ഓരോ ടീച്ചർമാരുടെയും മുറികൾ ഏതാണ്, ക്ലാസ് റൂമുകൾ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. Then ഏഴാമത്തെ പോയിന്റ് ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് ദ റിസസ് പീരീഡ്സ്. അതായത് ഇടവേള സമയം, ബ്രേക്ക് സമയം എപ്പോഴാണ്? ഇന്റർവെല് കൊടുക്കുന്നില്ലേ കുട്ടികൾക്ക്? നമുക്കറിയാം രാവിലെ 2 പീരീഡ് കഴിഞ്ഞാല് ബ്രേക്ക് കൊടുക്കാറുണ്ട്, അല്ലെ? കൊടുക്കാറുണ്ടോ? ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കൊടുക്കാറുണ്ട്, അല്ലെ? അത് കുറച്ച് ലോങ് ആയിട്ടുള്ള, അതായത് ലോങ് ബ്രേക്ക് ആയിരിക്കും, അല്ലെ? കുറച്ചും കൂടി സമയം ഉണ്ടാവും അതിന്. മറ്റേതൊക്കെ 5-7 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇന്റർവെൽസ് എന്ന് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം വൈകുന്നേരം ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെല്ല് ഇടവേളകൾ അനുവദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ സമയവും ഈ ഒരു ടൈം ടേബിള് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് 45 മിനിറ്റ്സ് അഥവാ 45 മിനിറ്റ്സിൽ കൂടുതൽ എന്ത് ചെയ്യില്ല, ഒരു വിഷയവും പഠിപ്പിക്കില്ല, അല്ലെ? എന്തുകൊണ്ടായിരിക്കും അത്? കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ബോറിംഗ് ആയി കുറെ ആകുമ്പോ പിള്ളേർക്ക് ബോറിംഗ് ആയി തോന്നും, അതുകൊണ്ട്. ബോറിംഗ് ആയതുകൊണ്ട് മാത്രമാണോ? കോൺസെൻട്രേഷൻ കിട്ടില്ല. കോൺസെൻട്രേഷൻ കിട്ടില്ല, അല്ലെ? 45 മിനിറ്റ്സിൽ കൂടുതൽ നമുക്ക് ഒരു ടോപ്പിക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനായിട്ട് നമുക്ക് വരില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മറ്റൊരു പീരീഡ് കൊടുക്കുന്നത്. ഓക്കെ, അതിനിടയ്ക്ക് അവർക്ക് ബ്രേക്ക് വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇന്റർവെൽസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടന്റ് ഓഫ് ടൈം ടേബിൾ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. അതിനകത്ത് ക്ലാസ് ടൈം ടേബിൾ റീഡ് ചെയ്യുക, ടീച്ചേഴ്സ് ടൈം ടേബിൾ റീഡ് ചെയ്യുക, മാസ്റ്റർ ടൈം ടേബിൾ റീഡ് ചെയ്യുക.
വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. ഒരാളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. മാം ഞാൻ ചെയ്യാം. Types of timetable. A school should have at least 3 timetables. First one, class timetable. This is meant for the classes. This will show the dissemination of subjects. There should be a general timetable showing class-wise distribution of subjects. Next one, teacher's timetable. Every teacher should have a copy of his timetable of his work. This timetable will show the class in which he is to teach in a specified period. Consolidated teachers' timetables should be available with the headmaster. The next one, master timetable. This is the consolidated timetable for the whole school. This will give a complete picture of the work of a school. It should be available with the headmaster. It will be him who teaches a particular class in a given period and what subject he teaches. From this, the headmaster can know whether a teacher is having leisure or work at a particular point of time. More to the above, it is better to prepare and maintain different timetables such as teacher's leisure timetable, activities timetable, room timetable, homework timetable. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. ഒരു സ്കൂളിന് അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾ എങ്കിലും ഉണ്ടായിരിക്കണം. 3 ടൈം ടേബിൾ എങ്കിലും ഒരു സ്കൂളിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതില് ആദ്യത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ക്ലാസ് ടൈം ടേബിൾ ആണ്. എന്തായിരിക്കും ക്ലാസ് ടൈം ടേബിള്? ക്ലാസ്സിലെ ഒരു ദിവസം ക്ലാസ്സിലെടുക്കുന്ന പീരീഡുകൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എടുക്കുന്നത് എന്നുള്ളത്. അതായത് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ടൈം ടേബിൾ ആണ് അല്ലെ.
ഓരോ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന ടൈം ടേബിൾ ആണ് ക്ലാസ് ടൈം ടേബിൾ അല്ലെ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നിരുന്നല്ലേ ടൈം ടേബിൾ അല്ലേ. നമ്മുടെ ബുക്കിന്റെ ബാക്കിലൊക്കെ എഴുതിയെടുക്കുമായിരുന്നു, ഓർമ്മയുണ്ടാവും? ഓക്കെ, അപ്പോ ആ ഒരു ടൈം ടേബിൾ ആണ് ഈ ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലും ഏത് വിഷയം, ഏത് ടോപ്പിക് ഏത് സമയത്താണ് പഠിപ്പിക്കുന്നതെന്ന് ഇത് മനസ്സിലാക്കി തരും. ഓക്കെ, ഇപ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ആ 6ാം ക്ലാസ്സിൽ ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കുന്നതെന്നാണ് ആ ക്ലാസ് ടൈം ടേബിളിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ക്ലാസ് ബേസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഡിസമിനേഷൻ മീൻസ് നമുക്ക് വിതരണം എന്ന് പറയാം, സപ്ലൈ എന്ന് പറയാം. അതായത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ആ ക്ലാസ്സിലേക്കായിട്ട് വിതരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ ക്ലാസ്സിനായിട്ട് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് കാണിക്കുന്ന ടൈം ടേബിൾ ആണത് ക്ലാസ് ടൈം ടേബിൾ. അപ്പൊ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടൈം ടേബിൾ ആണത് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൽ വിവിധ തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെ സമയത്താണ് പഠിപ്പിക്കുന്നതെന്ന് ഇത് നമ്മളെ സഹായിക്കുന്നതാണ് കണ്ടെത്താനായിട്ട് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തത് ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ്. ഇത് കണ്ടിട്ടുണ്ടോ ടീച്ചേഴ്സ് ടൈം ടേബിള്? ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോ എനിക്ക് ഉണ്ടായിരുന്നു ഒരു ടൈം ടേബിൾ. എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? അതായത് നമുക്ക് ഒരു ദിവസം ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് വരുന്നു എന്ന് ഉള്ളത്. ഇപ്പൊ മൺഡേയിൽ എനിക്ക് ഇപ്പൊ 1ാം ക്ലാസ്സിൽ മലയാളം, 2ാം ക്ലാസ്സിൽ അങ്ങനെ ഓരോ ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് വരുന്നു എന്നുള്ളതാണ് ആ ടൈം ടേബിളിലുള്ളത്. ആണല്ലേ? ഓക്കെ, ഡയറി തന്നിട്ടുണ്ടോ എഴുതാനായിട്ടത്? ഡയറി ഡയറി എന്ന് വെച്ചാ സ്കൂളിൽ തന്നിട്ടുണ്ടോ? ഡയറി എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്ക് എഴുതാനല്ലേ ഡെയിലി ഡയറി? ആ ഉണ്ട് ഉണ്ട്. ആ തന്നിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് ടീച്ചേഴ്സിന്റെ സമയക്രമം അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം ടേബിൾ ആണത് ടീച്ചേഴ്സ് ടൈം ടേബിള്. ഓരോ ടീച്ചേഴ്സിനും അവരുടേതായിട്ട് സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഒരു സമയം അതായത് ഒരു പീരീഡില് ആ ടീച്ചർ ഏത് ക്ലാസ്സിലാണ് ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കേണ്ടതെന്ന് ഈ ഒരു ടീച്ചേഴ്സ് ടൈം ടേബിളിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിന്റെയും ഒരു ടൈം ടേബിളിന്റെ കോപ്പി, അതായത് ടീച്ചേഴ്സ് ടൈം ടേബിളിന്റെ കോപ്പി അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് അറിയാമെന്നാലും ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ എന്റെ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് എനിക്കൊരു ടൈം ടേബിൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ രാവിലെ 10 തൊട്ട് 11 വരെ നിങ്ങളുടെ ക്ലാസ് ആണ് അല്ലെ, 13 ബാച്ചിന്റെ ക്ലാസ് ആണ്. അപ്പോ ഞാനാണെന്ന് കയറിയിരിക്കുന്നത്. ഇത് ജിഷ്ണ മിസ് ആണ് കയറേണ്ടത്, പകരം ജിഷ്ണ മിസ് ലീവ് ആയതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ. അപ്പൊ ചില സമയങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റുകൾ വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഏത് ടീച്ചേഴ്സ് ആണോ അവൈലബിൾ ആകുന്നത് അവരാണ് ക്ലാസ്സിൽ കയറുന്നത്. അല്ലാതെ നിങ്ങൾക്കറിയാം എന്റെ ക്ലാസ് വരുന്നത് ഏത് ദിവസമാണ്? മൺഡേ ആണ് ക്ലാസ് വരുന്നത് അല്ലെ. അപ്പോ മൺഡേ 10 തൊട്ട് 11 വരെ MT30 ക്ലാസ് ആണ് എനിക്ക് അലോ ചെയ്ത് തന്നിരിക്കുന്നത്. അത് ഞാനപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഞങ്ങൾക്ക് ഒരു ഡയറി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് ഡയറി തരാറുണ്ട്. അപ്പോ ക്രിസ്മസ് അല്ല ന്യൂ ഇയറിന് അനുബന്ധിച്ച് ഡയറി തരാറുണ്ട്. അപ്പൊ ആ ഡയറിയിൽ എന്ത് ചെയ്യും? എഴുതി വെക്കും ക്ലാസ്സുകൾ. അതായത് ഓരോ ബാച്ചസ് വരുമ്പോഴും ആ ബാച്ചസിന്റെ ക്ലാസ്സിന്റെ പേരും അതുപോലെ തന്നെ ഏത് സമയത്താണ് ക്ലാസ് എടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് സബ്ജക്റ്റുകളാണ് അവിടെ പഠിപ്പിക്കേണ്ടതെന്നും എഴുതി വെക്കാറുണ്ട്. അപ്പോ തിങ്കളാഴ്ച മൺഡേ എടുക്കാം. മൺഡേ 10 തുടങ്ങി 11 വരെ എനിക്ക് MT30 ക്ലാസ് ആണ്. അത് ഞാനവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 1:30 തുടങ്ങി 2:30 വരെയും 2:30 തുടങ്ങി 3:30 വരെയും മൺഡേ എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പെസിഫൈ ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് എന്തായി? എന്റെ ടൈം ടേബിൾ ആയില്ലേ? ആണോ? ആയോ?
അപ്പൊ മൺഡേയുടെ കാര്യം എഴുതി വെച്ചു. അതുപോലെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അങ്ങനെ 5 ദിവസത്തെ ക്ലാസ് ടൈം, അതായത് ഏതൊക്കെ ബാച്ചിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഏതൊക്കെ സമയമാണ്. ചില സമയം എന്ന് പറഞ്ഞാൽ ചിലത് 10:30 തുടങ്ങി 11:30 വരെ ആയിരിക്കില്ല. ചിലപ്പോ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 1 മണി വരെ ഉണ്ടാവാം, 11:30 തൊട്ട് 12:30 വരെ ഉണ്ടാകാം. അങ്ങനെ ഓരോ ദിവസം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കിത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനിത് സൂക്ഷിച്ച് വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെയാണ് എടുത്തത്. പക്ഷെ ഞാൻ മിക്കപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. കാരണം ഞാൻ എന്ത് ചെയ്യാറില്ല, ഏത് വിഷയമാണെന്ന് എവിടം വരെ പഠിപ്പിച്ചു എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കാറില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു സംഭവം ടീച്ചേഴ്സ് ഡയറിയില് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെവലപ്മെന്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങളോട് എന്ത് ചെയ്യണ്ട, മൺഡേ വരുമ്പോ ചോദിക്കണ്ട കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെടുത്തെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല, അതാണ് സത്യം. അപ്പൊ ആ നമ്മൾ ഈ കാര്യങ്ങള് നമ്മൾ സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്ത് വെക്കുവാണെങ്കിൽ എന്ത് ചെയ്യണ്ട, നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, നമുക്ക് തന്നെ അറിയാൻ പറ്റും ക്ലാസ് എത്രത്തോളം വരെ ആയി, ടോപ്പിക്കുകളാണ്. പറഞ്ഞോളൂ. ജിഷ മാം ഒരു 10 അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളോട് ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ, സ്റ്റുഡൻസിന്റെയും പ്രിൻസിപ്പളിന്റെയും ടൈം ടേബിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അത് എഴുതിയിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട് ഓൾറെഡി. എഴുതിയിട്ടുണ്ട് അല്ലേ? സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ അത്? മാം ഞാൻ ചെയ്തു, സബ്മിറ്റ് ചെയ്തു, സൈൻ മേടിച്ചിട്ട് വന്നു. സബ്മിറ്റ് മീൻസ് പ്രാക്ടിക്കൽസിന് വന്നപ്പോ സൈൻ മേടിച്ചു വന്നു അസൈൻമെന്റ്സ് ഒക്കെ. അത് വൈവ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്? എന്താ വൈവ ടൈമിലല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്? മാം വൈവ ഞങ്ങൾ ടൈമിൽ പ്രാക്ടിക്കൽസിന് പോയത് കൊണ്ട് കംപ്ലീറ്റ് ആയതെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ സൈൻ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊണ്ടുപോയി സൈൻ മേടിച്ചിട്ട് വന്നു. അതുകൊണ്ട് കൊണ്ടുപോയതാണ്. ഓക്കെ ഓക്കെ. ഇത്രയും വരെ പറഞ്ഞത് മനസ്സിലായോ പോയിന്റ്സ്? പിന്നെ അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിന്റെയും, അതായത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിന്റെയും ടീച്ചേഴ്സ് ടൈം ടേബിൾ, അതായത് ആ ടീച്ചർമാർ എന്തൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് അവർ പഠിപ്പിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഹെഡ് മാസ്റ്ററിന് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടീച്ചേഴ്സിന് ഒരു ഹെഡ് ഉണ്ട്, നിഷ മിസ് എന്നാണ് മിസ്സിന്റെ പേര്. ജിഷ മിസ് അല്ല, നിഷ മിസ്. അപ്പോ ടീച്ചറാണ് ഇവിടെ ഹെഡ് ആയിട്ടുള്ളത്. അപ്പോ ടീച്ചറിന്റെ കയ്യില് അതായത് ഞങ്ങള് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, 10-14 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും ഏതൊക്കെ ക്ലാസ്സിലാണ് അവര് കയറുന്നത്, ഏതൊക്കെ ബാച്ചസ് ആണ്, എന്തൊക്കെയാണ് അവിടെ പഠിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം ഹെഡിന്റെ കയ്യിലുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ തന്നെയാണ് സ്കൂളിലും ഹെഡ് മാസ്റ്ററുടെ കയ്യില് ടീച്ചേഴ്സിന്റെ ടൈം, അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ടീച്ചേഴ്സ് ടൈം ടേബിൾ. ഇനി നമുക്ക് മാസ്റ്റർ ടൈം ടേബിൾ ഒന്ന് നോക്കാം. മാസ്റ്റർ ടൈം ടേബിൾ എന്തായിരിക്കും? നിങ്ങൾ വായിച്ചല്ലോ, എന്തായിരിക്കും മാസ്റ്റർ ടൈം ടേബിൾ? മാം ഹോൾ സ്കൂളിന്റെ എല്ലാ ടീച്ചേഴ്സിന്റെയും കൂടി ചേർന്നിട്ടുള്ള ടൈം ടേബിൾ. അത് ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലായിരിക്കും അല്ലേ മാം? അതെ അതെ. അതായത് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിന്റെ മൊത്തം പ്രവർത്തനങ്ങള്. ഓക്കെ, അതായത് ഒരു സ്കൂളില് ഒരു ഡേ ടു ഡേ നടക്കുന്ന ആക്ടിവിറ്റീസ് കുറിച്ച് സമ്പൂർണമായിട്ടൊരു ഒരു കംപ്ലീറ്റ് പിക്ചർ നൽകുന്നതാണ് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇത് എല്ലാത്തരം പ്രവർത്തനങ്ങളെയുമാണ് കാണിക്കുന്നത്. ഒരു സ്കൂളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതായത് സ്കൂള് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങി എൻഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, സബ്ജക്റ്റുകൾ മാത്രമല്ല എല്ലാത്തരം പ്രവർത്തനങ്ങളും ഈ ഒരു മാസ്റ്റർ ടൈം ടേബിളിലാണ് കാണിക്കുക. ഹെഡ് മാസ്റ്റർ ആണ് മാസ്റ്റർ ടൈം ടേബിൾ സൂക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഏതൊക്കെ ക്ലാസ് റൂമുകളിലാണ് അവർ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ടീച്ചർ ടൈം ടേബിൾ പോലെ തന്നെ മാസ്റ്റർ ടൈം ടേബിളിലും ടീച്ചേഴ്സിന്റെ വിവരങ്ങൾ ഉണ്ടാകും. ഏതൊക്കെ ക്ലാസ്സുകളിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അവർ പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ ഉണ്ടാകും. പിന്നെ ഇതിലൂടെ അറിയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരു ടീച്ചർ ഇപ്പോ ക്ലാസ് സമയമാണോ അല്ലെങ്കിൽ അവർ ഫ്രീ ആണോ എന്നറിയാനായിട്ട് സാധിക്കും. ഫ്രീ ആണോ എന്നറിയാൻ സാധിക്കും. ചില ടീച്ചേഴ്സില്ലേ ഫ്രീ പീരീഡ് ഇരിക്കുന്ന, അല്ലെ?
ചില ടീച്ചേഴ്സിന് ചില സമയത്ത് എന്തുണ്ടാവാറുണ്ട്, ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ടീച്ചർ ലീവ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോ ടീച്ചേഴ്സ് ആണ്, മനുഷ്യരാണ് അല്ലെ. ചിലപ്പോ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് രാവിലെ വന്നിട്ട് ചിലപ്പോൾ ചില ടീച്ചേഴ്സ് തിരിച്ചു പോകാം, ഒരു പീരീഡോ 2 പീരീഡോ ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോയി എന്ന് വരാം. അപ്പൊ മൂന്നാമത്തെ പീരീഡ് എടുക്കാനായിട്ട് ആ ടീച്ചർ അവിടെ ഇല്ലെങ്കിൽ ഫ്രീ പീരീഡിൽ ഇരിക്കുന്ന ടീച്ചർ എന്ത് ചെയ്യാം, ആ ക്ലാസ്സിൽ കയറ്റാം അല്ലെ. അപ്പോ അത്തരത്തില് ടീച്ചേഴ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും മാസ്റ്റർ ടൈം ടേബിൾ സഹായിക്കും. മനസ്സിലായോ? ഇതാണ് മാസ്റ്റർ ടൈം ടേബിളിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈം ടേബിൾ ആണുള്ളത്. ഒന്ന് ക്ലാസ് ടൈം ടേബിള്, ടീച്ചേഴ്സ് ടൈം ടേബിള്, മാസ്റ്റർ ടൈം ടേബിൾ. ഇതൊക്കെ എക്സാമിന് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ, ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കാര്യം. ചെറിയ ചാപ്റ്റർ ആണെങ്കിലും എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ നിന്ന് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇനി താഴെ പറയുന്ന ചില ടൈം ടേബിളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ, അതായത് ടീച്ചർമാരുടെ ഫ്രീ ടൈം എപ്പോഴൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ടൈം ടേബിള്. പിന്നെ ആക്ടിവിറ്റീസ് ടൈം ടേബിള്, അതായത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ടൈം ടേബിൾ ഉണ്ടാകും. പിന്നെ റൂം ടൈം ടേബിൾ, അതായത് റൂംസ് ഒക്കെ ഏതിനൊക്കെയാണ് അലോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് റൂം ടൈം ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ ഹോംവർക്ക് ടൈം ടേബിൾ, ഹോംവർക്ക് ചെയ്യുന്ന സമയം ഉൾപ്പെടെയുള്ള ടൈം ടേബിൾ ആണത് ഹോംവർക്ക് ടൈം ടേബിൾ. അത് ജസ്റ്റ് വായിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇനി നെക്സ്റ്റ് വൺ, റൈറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്തേ. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ ചെയ്യാം കേട്ടോ.
കഴിഞ്ഞോ? റീഡ് ചെയ്തോ? ഓക്കെ. എന്താ ഇത്? എന്താ ഇപ്പൊ വായിച്ചേ? ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ. ജോബിന് വേണ്ടി. ജോലിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ് അല്ലേ? ആ, ഒരു സ്കൂളിലേക്കായിട്ടുള്ള ടീച്ചേഴ്സ് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ കണ്ടന്റ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓക്കെ, ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ഒന്ന് റെഡിയാക്കി ഇപ്പോ ഈ ക്ലാസ് വെച്ച്. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ അല്ലാതെ വേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് ഇംപ്രൂവ് ആവും കേട്ടോ. അറിയാൻ പറ്റുമല്ലോ, പാറ്റേൺ അറിയാലോ. ഈ പാറ്റേൺ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വിവരങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് വെച്ചിട്ട് അഡ്രസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ റെഡിയാക്കുക കേട്ടോ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിമും എഴുതുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം, അഡ്രസ്. എന്നിട്ട് അതിന്റെ കൂടെ ഒരു ബയോഡേറ്റ് കൂടി അറ്റാച്ച് ചെയ്യാം. ബയോഡേറ്റ് ആപ്ലിക്കേഷൻ ഫോം വേണം, അതിന്റെ കൂടെ തന്നെ ബയോഡേറ്റ് കൂടി അറ്റാച്ച് ചെയ്യട്ടെ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള, നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു ബയോഡേറ്റ്. അപ്പൊ എല്ലാവരും അതൊന്ന് റെഡിയാക്കുക കേട്ടോ. ഞാൻ വായിപ്പിക്കും. ഞാൻ എല്ലാ ക്ലാസ്സിലും ഈ ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്.
എഴുതി കഴിഞ്ഞവര് പറയണം കേട്ടോ. മാം കഴിഞ്ഞോ ശ്രുതി? മാം പറയുമ്പോൾ നമ്മുടെ അഡ്രസ്സും എല്ലാം പറയണോ മാം? അഡ്രസ് ഇല്ല പറയണ്ട, അത് നിങ്ങൾ എഴുതിയാൽ മതി, അത് അവിടെ പറയണമെന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എഴുതി വെച്ചാൽ മതി അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. ഇവിടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണ്ട, ക്ലാസ്സിൽ ആ ഫോർമാറ്റ് മാത്രം പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. മാം എന്നാ ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളൂ. ഫസ്റ്റ് ഫ്രം നെയിം അഡ്രസ്, പിന്നെ ടു അത് സ്കൂളിന്റെ പേര്, പിന്നെ സബ്ജക്റ്റ്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ, പിന്നെ നെക്സ്റ്റ് കാണുന്നത് റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, I am writing to apply for the post of teacher in your esteemed school. I have completed my MTTC and have a strong interest in teaching young learners. I am patient, caring, and dedicated to creating a positive learning environment for students. I can handle children with love and help them learn through simple and creative method. I have attached my biodata resume for your kind consideration. Then my പിന്നെ എൻ്റെ ബയോഡാറ്റ. മാം ബയോഡാറ്റ പറയണോ? പറഞ്ഞോളൂ. ബയോഡാറ്റ നെയിം, പിന്നെ ഫാദേഴ്സ് നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ജെൻഡർ, മാരേജ് സ്റ്റാറ്റസ്, പിന്നെ ലാംഗ്വേജ് നോൺ, ലാംഗ്വേജ് തമിഴ്, മലയാളം, തെലുഗു ആൻഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഒരു ഇതൊക്കെ അറിയാം മാം, ഐ ക്യാൻ മാനേജ് ഇംഗ്ലീഷ്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബികോം ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ്, DFA ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ MTTC. പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, വർക്ക്ഡ് ഇൻ എ ഡെന്റൽ ക്ലിനിക് റിസപ്ഷനിസ്റ്റ് ഫോർ 4 years. പിന്നെ ഐ എം വർക്ക്ഡ് ആസ് എ ബ്യൂട്ടീഷ്യൻ 3 years. പിന്നെ ബില്ലിങ്ങില് ഒരു 2 months ഉണ്ടായിരുന്നുള്ളൂ അത് ലാസ്റ്റ് വർക്ക് ചെയ്തത് ബില്ലിംഗ്. ദിസ് ഓൾ മൈ വർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസസ്. മാം ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? മാം ഞാൻ പറയാം. ഓക്കെ, സീന പറഞ്ഞു. From name address to the manager, ABC Education Institution, Idiki. Subject application for the post of a teacher. I have completed my required MT educational qualifications and I keen interest in teaching. I am sincere, hardworking, and dedicated to my profession. I assure you that I will perform my duties to the best of my ability and contribute to the development of the institution. I request you to kindly consider my application and give me an opportunity to serve in your esteemed institution. Thanking your faithfully, Asina. Me biodata: name, date of birth, age, gender, nationality, religion, father's name, mother's name, marriage status, address, phone number, email, educational qualification, BSc Zoology, computer MS Office, work experience fresher, skills, good communication skills with children, classroom management skills, basic computer knowledge,
Language Malayalam and English. Hobbies reading, drawing, traveling. Declaration. I hereby declare that the above information is true and correct to the best of my knowledge and belief. Place, date, signature. Thank you, ma'am. Okay. ബാക്കിയുള്ളവർക്ക് വായിക്കാം കേട്ടോ. അഫിലാം എഴുതിയോ? കഴിഞ്ഞിട്ടില്ല മാം. കഴിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ. വായിക്കട്ടെ മാം. വായിച്ചു. From name, address to സ്കൂളിന്റെ പേരൊന്നും വേണ്ടല്ലോ. Subject, application for the post of the teacher. Respected sir, I am writing to experience my interest in the maths teacher position at the St. George UP School with over 5 years experience for teaching maths in St. Rose School. I have developed my strong skill set in classroom management, curriculum design, and fostering a supportive learning environment. I am very hard work and dedicated to my work. So I would like to use my experience and skills in your school. Kindly accept my resume. ബയോഡാറ്റ, നെയിം, അഡ്രസ്സ്, പിന്നെ സ്കിൽസ്, ടീച്ചിങ്, effectively work in patients performance assessment, creative lesson plan and lesson plan development, motivating subject. Language non English, Malayalam. Experience St. Mary's UP School, Marad. Experience അങ്ങനെ പറയണോ? ഇല്ല വേണ്ട, പിന്നെ എഡ്യൂക്കേഷൻ TTC +2 SSLC. പിന്നെ ഡിക്ലറേഷൻ I have declared that all above details are true to the best of my knowledge and belief. And also I assure that I will work for your satisfaction and my passion. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ? Ma'am, from to Pudapara South UP School Kindergarten. Subject application for the post of teacher. Sir, I am writing this application to apply for the post of KG teacher in your estimate institution. I have completed my required educational qualification and I have a deep interest in teaching kindergarten children. I love working with young children and engaging them through stories, rhymes, action songs, and activity-based learning. I am fluent in English and Malayalam, and I can communicate effectively with the children as well as
Parents, I believe that a loving and positive classroom environment helps children learn better, and I always try to create such an atmosphere. I assure you that will perform my duties sincerely and responsibly. If given an opportunity, I kindly request you to consider my application. Thank you. You are faithfully. Name. In biodata. A personal profile, a spouse name, date of birth, gender, nationality, marital status, place of birth, Miss മെയിനായിട്ട് പേര് പറയാൻ വിട്ടുപോയി religion and skills, communication skill, leadership skill, time management, language known, English, Malayalam, academic qualification, Montessori teachers training course, qualification, BA stream, computer knowledge, basic computer knowledge, declaration. I hereby declared that the above information is true and correct to the best of my knowledge and belief. Thank you, ma'am. ഓക്കെ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പുതിയ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? ഓക്കെ, അതിന്റെ പേരാ Thank you, ma'am. Thank you, ma'am, for today's class. It was very informative and helpful. With gratitude to everyone, I am signing out now. See you all in the next class. Thank you, everyone. Thank you, ma'am. Thank you. Thank you, ma'am. Next class കാണാം. Thank you, ma'am. Thank you. Ma'am, ഒരു doubt